ഹായ് എവ്രി വൺ, തസ്നീസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബൺ റോളാണ് കേട്ടോ. അപ്പോൾ ഇത് ഓവന് വെച്ചിട്ടും ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ, 1 എഗ്ഗ്, 1/2 കപ്പ് ഇളം ചൂടുള്ള പാല്, പിന്നെ ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പ്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലതായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ച് നല്ലതായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് അല്പം ബട്ടർ തടവി കൊടുക്കാം. അതുപോലെ തന്നെ ബൗളിനകത്തും അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഒരു 1.5 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ 1/2 മുതൽ 3/4 മണിക്കൂർ വരെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് പൊങ്ങി കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് മസാല തയ്യാറാക്കുകയാണ്. ഈ ഒരു ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ പാനിനകത്തേക്ക് അല്പം സൺഫ്ലവർ ഓയിലും പിന്നെ ഒരു ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് അല്പം വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സവാള 2 എണ്ണം കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സവാള നല്ലതായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം ഒരു ക്യാരറ്റ് ഇതുപോലെ തിന്നായിട്ട് നീളത്തിൽ കഷ്ണങ്ങളായിട്ട് എടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, ഒറിഗാനോ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്തെടുത്താലും മതി കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്, ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച് പിച്ചി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 പിടിയോളം എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മളുടെ ഈ ഒരു മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അല്പം മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തല്ല, ഒന്ന് കട്ടിയിൽ പരത്തി എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 10 അല്ലെങ്കിൽ 11 മുതൽ 12 ബോൾ വരെ നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ഒരു പരുവത്തിൽ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 11 ബോളാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ബോളാക്കി എടുക്കാം. എന്നിട്ടിത് ഓരോന്നും പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായിട്ടല്ല, എന്നാൽ ചപ്പാത്തിനേക്കാൾ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ പരത്തിയെടുക്കേണ്ടത്. നമുക്ക് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ച് നീളത്തിലായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് മസാല വെച്ചിട്ട് നമുക്കിത് റോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ പരത്തിയെടുത്തതിന് ശേഷം മസാല വെച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ 2 സൈഡിൽ നിന്നാണ് ആദ്യം മടക്കേണ്ടത്. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് നീക്കിയിട്ട് വേണം മസാല വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് പൊങ്ങാനായിട്ട് വീണ്ടും ഒരു 20 മിനിറ്റ് വെക്കുക. അങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളതാണ് കേട്ടോ. ഒരു 6 എണ്ണം ഞാൻ ഫ്രൈ പാനിനകത്താണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒന്ന് ഇതിന് മുകളിൽ എഗ്ഗ് വാഷ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും ഒറിഗാനോ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ ഇതുപോലെ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ഫ്രൈ പാനിനകത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. സെയിം മെത്തേഡ് തന്നെ എഗ്ഗ് വാഷ് ചെയ്ത് അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഒറിഗാനോ ഇട്ട് കൊടുത്ത്, ഒറിഗാനോക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ളു ഇട്ട് കൊടുക്കുക കേട്ടോ. 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു 20 to 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ.